ദൈവത്തിന് സ്തോത്രം. വളരെ ചെറുപ്പം മുതൽ യേശുക്രിസ്തുവിൻ്റെ വചനം കേട്ട് വളരാൻ എൻ്റെ ഈശോപ്പൻ എനിക്ക് കൃപ തന്നു. ഈശോപ്പൻ നന്നായിട്ട് പഠിക്കുവാനുള്ള കൃപയെല്ലാം തന്നു. സ്കൂളിലായിരുന്നപ്പോഴെല്ലാം നന്നായിട്ട് പഠിക്കുവാനും എല്ലാ ക്ലാസ്സുകളിലും നല്ല മാർക്കോടുകൂടി പാസ്സാവാനെല്ലാം എൻ്റെ ഈശോ എനിക്ക് കൃപ തന്നു. 10th CBSE 96% മാർക്കോടെയൊക്കെ പാസ്സാവാൻ എൻ്റെ ഈശോ എനിക്ക് കൃപയേകി. അതിനുശേഷം +1 +2 ചേർന്നപ്പോൾ എൻ്റെ ഈശോ ഇപ്പം എനിക്ക് ഏറ്റവും കൃപ തന്ന് എന്നെ വഴി നടത്തി. എനിക്ക് 2 സബ്ജക്റ്റ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇംഗ്ലീഷും കമ്പ്യൂട്ടറും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ല, എനിക്ക് മാർക്ക് കുറവായിരുന്നു ആ സബ്ജക്റ്റിന്. ഞാൻ ഓർക്കേണ്ടത് എനിക്ക് ഇംഗ്ലീഷിനൊക്കെ 50ൽ 18 മാർക്ക് മാത്രമായിരുന്നു ലഭിച്ചുള്ളൂ. അപ്പം അതിൻ്റെ സൈഡിൽ എനിക്ക് ടീച്ചർ ഇങ്ങനെ എഴുതി തന്നു, സ്റ്റഡി വെൽ, വർക്ക് ഹാർഡ് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഒരു എക്സാമിന് അങ്ങനെ എഴുതി തന്നു. പക്ഷെ ഞാൻ ഓർക്കേണ്ടത് 12th എക്സാം കഴിഞ്ഞപ്പോൾ ആ ഇംഗ്ലീഷിൻ്റെ ഏറ്റവും സബ്ജക്റ്റ് ടോപ്പറായിട്ട് എൻ്റെ ബാച്ചിൽ എൻ്റെ ഈശോ അപ്പം എന്നെ ഉയർത്തി. 100ൽ 95 മാർക്ക് ലഭിച്ചുകൊണ്ട് CBSE ബോർഡ് എക്സാമിന് എൻ്റെ ഈശോ അപ്പം എന്നെ ഉയർത്തി. ഒരിക്കലും എൻ്റെ കഴിവുകൊണ്ടോ എൻ്റെ മേന്മ കൊണ്ടോ ഒന്നുമല്ല. അതുപോലെ തന്നെ വേറൊരു സബ്ജക്റ്റായിരുന്നു കമ്പ്യൂട്ടർ. അതിനും എനിക്ക് ഭയങ്കര മാർക്ക് വരായിരുന്നു. ഒരിക്കൽ ടീച്ചർ എനിക്ക് പേപ്പർ തന്നപ്പോൾ ഇത് എന്തൊക്കെയാണ് എഴുതി വെച്ചേക്കണം എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ആ സബ്ജക്റ്റിനും ലാസ്റ്റ് ഫൈനൽ എക്സാമിന് എൻ്റെ കർത്താവ് എനിക്ക് ഏറ്റവും ഉയർന്ന മാർക്ക് തന്നു. 95 98 അത്ര മാർക്ക് തന്ന് എൻ്റെ ഈശോപ്പ എന്നെ ഉയർത്തി. ഞാൻ ഓർക്കണം, എൻ്റെ 12th ഓരോ എക്സാമിന് പോയപ്പോഴും ഞാൻ എൻ്റെ എക്സാം കഴിഞ്ഞിട്ട് എൻ്റെ പേപ്പർ ഇങ്ങനെ എല്ലാം എഴുതി കഴിഞ്ഞിട്ട് എൻ്റെ പേപ്പർ ഓരോ പേജും എടുത്ത് വെച്ച് ആ പേജിൽ എൻ്റെ കരം വെച്ചിട്ട് എൻ്റെ ഈശോപ്പനോട് പറയും, എൻ്റെ ഈശോപ്പ ഈ പേജിൽ ഈശോപ്പൻ്റെ തിരുരക്തം തൊടണം, ഈ പേജിൽ ഈശോപ്പൻ്റെ കരം വെക്കണം, ഞാൻ എന്തെങ്കിലും അറിയാണ്ട് തെറ്റായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും ഈശോപ്പനത് കറക്റ്റ് ചെയ്യണം. അങ്ങനെ ഓരോ പേജും മറിച്ച് ഞാൻ എത്ര പേജ് എഴുതിയിട്ടുണ്ടോ അത്രയും പേജിൽ ഞാൻ ഈശോപ്പനോട് പറയും, ഈശോപ്പൻ്റെ തിരുരക്തത്തിൻ്റെ മുദ്ര ഈ പേജിലിടണമെന്ന്. എന്നിട്ട് മാത്രമാണ് ഞാൻ ആൻസർ ബുക്ക്ലെറ്റ് ആ ഇൻവിജിലേറ്ററിന് കൊടുക്കുകയുള്ളൂ. എനിക്ക് നല്ല ഉറപ്പുണ്ട് എൻ്റെ കർത്താവ് എൻ്റെ പേപ്പറിൽ ഈശോപ്പൻ്റെ തിരുരക്തം കൊണ്ട് മുദ്ര ഇട്ടു എന്ന്. അത് കഴിഞ്ഞിട്ട് എക്സാം കഴിയുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, എൻ്റെ ഈശോ തന്നെ എൻ്റെ എക്സാം പേപ്പർ നോക്കണം. ഭൂമിയിലെ ഏതെങ്കിലും ടീച്ചേഴ്സ് അല്ല, യേശുക്രിസ്തു തന്നെ എൻ്റെ പേപ്പർ വാല്യുവേറ്റ് ചെയ്യണം എന്നെല്ലാം ഞാൻ പ്രാർത്ഥിച്ചു. എനിക്കറിയാം അന്നൊന്നും അതിൻ്റെ വിലയൊന്നും അറിഞ്ഞില്ല. ഞാൻ എത്ര തികഞ്ഞ വിശ്വാസത്തോടെയാണ് പ്രാർത്ഥിച്ചത്. അന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ യേശുക്രിസ്തു തന്നെയാണ് എൻ്റെ എക്സാം എഴുതിച്ചത്, എൻ്റെ പേപ്പർ വാല്യുവേറ്റ് ചെയ്തതെല്ലാം. ഏറ്റവും ഉയർന്ന മാർക്കോടെ എനിക്ക് ആ സ്കൂളിൽ നിന്ന് പാസ്സാവാൻ എൻ്റെ കർത്താവ് എനിക്ക് ഭാഗ്യം ചെയ്തു. അതിന് ശേഷം എനിക്ക് കോളേജിൽ ചേരാൻ സമയത്ത് എൻ്റെ ഈശോപ്പനോട് എനിക്കൊരു നല്ല കോളേജിൽ അഡ്മിഷൻ തരണം, എനിക്ക് നന്നായിട്ട് നല്ലൊരു കോളേജിൽ അഡ്മിഷൻ തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ ഈശോപ്പ എനിക്ക് അതുപോലെ തന്നെ നല്ലൊരു കോളേജിൽ എനിക്ക് അഡ്മിഷൻ തന്നു. അങ്ങനെ പക്ഷെ കോളേജ് തുടങ്ങിയതിന് ശേഷം പിന്നെ കോവിഡ് എല്ലാമായി ഓൺലൈനായിട്ടാണ് പിന്നെ ക്ലാസ് എല്ലാം നടന്നത്. പക്ഷെ കോളേജ് കഴിയാറായപ്പോഴത്തേനും ഞാൻ എൻ്റെ ഈശോപ്പൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു, അടുത്തത് എന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് മാസ്റ്റേഴ്സിന് പോകണമെന്നുണ്ടായിരുന്നു. ഒത്തിരി പേരെൻ്റെ കൂടെ പഠിച്ച ഒത്തിരി പേർക്ക് പ്ലേസ്മെൻറ്റിൽ ജോലിയൊക്കെ കിട്ടി. പക്ഷെ ഞാൻ ഒരിക്കലും പ്ലേസ്മെൻറ്റിന് ട്രൈ ചെയ്തില്ല. കാരണം എനിക്കൊരിക്കലും പ്ലേസ്മെൻറ്റ് വഴി ഒരു നല്ല ജോലി കിട്ടില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. ഞാൻ അങ്ങനെയായിരുന്നു എന്നെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഒരിക്കലും പ്രാർത്ഥിച്ചുമില്ല. പക്ഷെ ഞാൻ നല്ല കമ്പനികളും വലിയ കമ്പനികൾ വരുമ്പോൾ മാത്രം അപ്ലൈ ചെയ്യും. അപ്പം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും എന്നുള്ള അത് കിട്ടും. അതുകൊണ്ട് ഞാൻ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ ഞാൻ മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കോളേജിൽ അപ്ലൈ ചെയ്തു. ഇത് രണ്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. പക്ഷെ ഞാൻ ഈശോപ്പനോട് പ്രാർത്ഥിച്ചു, എൻ്റെ ഈശോപ്പ എനിക്ക് ശോഭനമായൊരു ഭാവി തരണം, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഏതാ തിരഞ്ഞെടുക്കേണ്ടതെന്ന് എനിക്കറിയില്ല, എനിക്ക് ചോദിക്കാൻ ആരുമില്ല, ഞാൻ ഒത്തിരി മനുഷ്യരിൽ ആശ്രയിച്ചിരുന്നൊരു വ്യക്തിയാണ്. പക്ഷേ ഒരു സമയത്ത് ഞാൻ എൻ്റെ ഈശോപ്പനോട് എനിക്ക് ചോദിക്കാനോ ആലോചന ചോദിക്കാനോ ഏതാ നല്ലതെന്ന് തിരഞ്ഞെടുക്കാനോ ഒന്നും എനിക്ക് കഴിവില്ല, എനിക്കിതിനെപ്പറ്റി അറിയില്ല, എനിക്കേതാ നല്ലതെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഈശോപ്പനോട് പറഞ്ഞു, നിൻ്റെ തിരുഹിതം എന്നിൽ നിറവേറണമെന്ന് ഞാനിങ്ങനൊരു വാക്യം പറഞ്ഞ് പ്രാർത്ഥിക്കും. സകലം യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, എൻ്റെ കർത്താവേ എനിക്ക് ശോഭനമായൊരു ഭാവി തരണം, നീ എന്താ ആഗ്രഹിക്കുന്നു അതെന്നിൽ നടക്കണം. ഞാൻ ഒരിക്കലും എനിക്കൊരു ജോലി തന്നെ എന്ന് പ്രാർത്ഥിച്ചില്ല. എനിക്ക് മാസ്റ്റേഴ്സ് ചെയ്യാൻ ഒരു അഡ്മിഷൻ തന്നെ ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷെ ഇന്നത് വേണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചില്ല. കാരണം എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷേ എനിക്കറിയാം, എൻ്റെ എക്സാം കഴിഞ്ഞ് എൻ്റെ റിസൾട്ട് വന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഈശോപ്പ എനിക്ക് ജോലിയും തന്നു, എനിക്ക് മാസ്റ്റേഴ്സ് ചെയ്യാനുള്ള അഡ്മിഷനും തന്നു. ഞാൻ അതിന് ശേഷം ജോലിക്കെല്ലാം പോയി. എൻ്റെ കർത്താവ് എന്നെ ഓരോ സ്ഥലങ്ങളിൽ ഏറ്റവും മനോഹരമായി നടത്തി, ഏറ്റവും യേശുക്രിസ്തു എൻ്റെ കൂടെ ഇരുന്ന് എന്നെ വഴി നടത്തി. അതിന് ശേഷം ജോലി കയറിയതിന് ശേഷം MBAക്ക് പഠിക്കുവാൻ എൻ്റെ കർത്താവ് എനിക്ക് കൃപ ചെയ്തു.
കഴിഞ്ഞ ഡിസംബറിൽ ഞാൻ എൻ്റെ MBAയുടെ ലാസ്റ്റ് സെമ്മിൻ്റെ എക്സാം എഴുതുമായിരുന്നു. അപ്പം ഞാൻ ജോലിയുടെ ഒപ്പമാണ് പഠിക്കണത്. എനിക്ക് MBAക്ക് ക്ലാസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പം എനിക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ ബാക്കി കോളേജിൽ പഠിച്ച പോലെ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന പോലെ പ്രിപ്പയർ ചെയ്യാനുള്ള ക്ലാസ്സോ അല്ലെങ്കിൽ സ്റ്റഡി മെറ്റീരിയൽ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ ഉള്ള മെറ്റീരിയൽ വെച്ചങ്ങനെ നോക്കിയിട്ടൊക്കെ പോകും. ഞാൻ എക്സാമിന് കയറുമ്പോൾ ഈശോപ്പനോട് ഈശോപ്പൻ എൻ്റെ കൂടെ ഇരിക്കണം എന്ന് പറയും. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിയുമ്പോൾ ഓരോ ക്വസ്റ്റ്യനും വായിക്കുക. ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഓർക്കൊക്കെ ഇത് 3 പേജ് എഴുതാം, 4 പേജ് എഴുതേണ്ട ആൻസേഴ്സ് 3 പേജെങ്കിലും എഴുതാൻ പറ്റുമായിരിക്കും എന്ന് ഞാൻ ഓർക്കും. പക്ഷേ എനിക്കറിയാം ഞാൻ ആൻസേഴ്സ് എഴുതി തുടങ്ങുമ്പോൾ ആ ആൻസർ ഒരു 5 പേജോളം എഴുതി. എൻ്റെ അർത്ഥം എനിക്കറിയില്ല ഞാൻ എങ്ങനെ എഴുതണമെന്ന്. ഒട്ടും ഒരു സമയം പോലും ആലോചിച്ചിരിക്കാതെ ഞാൻ എൻ്റെ കൈ ഇങ്ങനെ പേപ്പറിൽ ഇങ്ങനെ പേനിങ്ങനെ തന്നെ ആൻസേഴ്സ് ഇങ്ങനെ എഴുതും. എനിക്ക് നല്ലോണം അറിയാം എൻ്റെ യേശുവിൻ്റെ കൂടെ ഇരിക്കണം. ഞാൻ വചനത്തിൽ കേട്ടിട്ടുണ്ട്, നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കണം, എൻ്റെ കരങ്ങളിൽ പിടിച്ച് എന്നെ എക്സാം എഴുതിക്കണം എന്നെല്ലാം പ്രാർത്ഥിക്കണം എന്നെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അതെല്ലാം അനുഭവിക്കാൻ എൻ്റെ യേശുവപ്പൻ എനിക്ക് കൃപ തന്നു. ഒരു എക്സാം കഴിയുമ്പോൾ ഞാൻ ഇറങ്ങുമ്പോൾ ഞാൻ ഓർക്കും, എൻ്റെ എന്തെങ്കിലും ബുദ്ധി കൊണ്ടോ കഴിവുകൊണ്ടോ ഒന്നുമല്ല, യേശുക്രിസ്തുവാണ് എന്നെ എക്സാം എഴുതിക്കുന്നത്. യേശുക്രിസ്തുവാണ് എൻ്റെ കരങ്ങളിൽ പിടിക്കുന്നത്. യേശുക്രിസ്തുവാണ് എൻ്റെ ബുക്ക്ലെറ്റിൽ എൻ്റെ പേനയിൽ പിടിച്ചെന്നെ എഴുതിപ്പിക്കുന്നു എന്നുള്ള നല്ല ബോധ്യം എൻ്റെ കർത്താവ് എനിക്ക് തന്നു. എൻ്റെ യേശു, ഞാൻ ഓർക്കണ്ടേ, ഞങ്ങൾ സ്കൂളിൽ പഠിച്ചപ്പോഴെല്ലാം ഈ സ്കൂളിൽ ടൂർ പോകാനോ അല്ലെങ്കിൽ സ്കൂൾ ആനുവൽ ഡേക്ക് ഡാൻസ് കളിക്കാനോ ഒന്നും ഞങ്ങൾ കൂടിയിട്ടില്ല. പക്ഷേ അന്നെല്ലാം ഞാൻ ഓർക്കണ്ട 12th എൻ്റെ ഒരു എൻ്റയർ ബാച്ചിൽ നിന്ന് ഞാൻ മാത്രമാണ് ടൂർ കണ്ടിരുന്നുള്ളൂ. അന്നെല്ലാം ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കും, ബാക്കി എല്ലാവരും ഇങ്ങനെ ടൂറൊക്കെ പോകും. അപ്പം പക്ഷേ ഞാൻ ഓർക്കുന്നുണ്ട്, ഒന്നും നഷ്ടമായി പോയില്ല. ഈ ലോകത്തിലേക്ക് ഇറങ്ങി പോവാതെ യേശുക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാൻ യേശുവപ്പൻ കൃപയേകി. എല്ലാം എൻ്റെ യേശുവപ്പൻ അനുഗ്രഹമാക്കി തീർത്തു. അതുപോലെ തന്നെ ശോഭനമായൊരു ഭാവി തന്നു. എൻ്റെ കർത്താവിനോട് എന്നും പ്രാർത്ഥിച്ചിട്ടുണ്ട്. യേശുവപ്പന് കൂടുതൽ അടുക്കുവാൻ എൻ്റെ കർത്താവ് കൃപയേകി. യേശുക്രിസ്തുവിൽ ആശ്രയിക്കാൻ യേശുവപ്പൻ എന്നെ പഠിപ്പിച്ചു. ഈ ഭൂമിയിൽ ഒരു മനുഷ്യനല്ല, ഞാൻ എൻ്റെ പാരൻസിലേക്ക് നോക്കിയാൽ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലേക്ക് നോക്കിയാൽ വലിയ ജോലിക്കാരല്ലെങ്കിൽ വലിയ ഡിഗ്രികളുള്ളവരൊന്നുമല്ല. അപ്പം ഞാൻ ഇന്നായിരിക്കുന്ന അവസ്ഥ, ഇന്ന് എനിക്ക് വിപ്രോയിലൊരു ജോലി യേശുവപ്പൻ തന്നു. വളരെ മനോഹരമായൊരു ജോലി യേശുവപ്പൻ തന്നു. MBA പഠിക്കാൻ കൃപയേകി. അതുപോലെ തന്നെ ഓരോ സ്ഥലത്തും ഉയർന്ന മാർക്കോടെ തന്നെ പാസ്സാകാൻ, ജസ്റ്റ് പാസ്സോ അങ്ങനെയൊന്നുമല്ല, ഏറ്റവും നല്ല മാർക്കോടെ ടോപ്പറൊക്കെ ആയിട്ട് പാസ്സാകാൻ എൻ്റെ യേശുക്രിസ്തു എനിക്ക് കൃപ ചെയ്തു. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാം യേശുക്രിസ്തുവിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. അന്ന് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒന്നും ഞാൻ അത് അത്രയും തിരിച്ചറിഞ്ഞില്ല. പക്ഷെ ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് നല്ല ഉറപ്പാണ്, എൻ്റെ കർത്താവാണ് എന്നെ വഴി നടത്തിയത്. യേശുക്രിസ്തുവാണ് എൻ്റെ ഭാവി നോക്കിയത്. ഇന്ന് വരെ എൻ്റെ യേശുക്രിസ്തുവാണ് എൻ്റെ കാര്യങ്ങൾ നോക്കിയതെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. ഭൂമിയിൽ ഒരു മനുഷ്യനിലേക്ക് ആശ്രയം പോവാതെ എൻ്റെ കർത്താവ് തന്നെ വന്ന് എൻ്റെ കാര്യങ്ങൾ നടത്തി തന്നു. ഓരോ സ്റ്റേജിലെത്തിയപ്പോഴും അടുത്തത് എന്താണെന്നുള്ള ഒരു ക്ലിയർ പാത്ത് എൻ്റെ ഈശോപ്പം തുറന്നു തന്നു. എൻ്റെ കർത്താവിൻ്റെ സാക്ഷിയായി അന്ത്യത്തോളം നിലനിർത്തണം എന്നാണ് എൻ്റെ പ്രാർത്ഥന. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ചോദിച്ചുകൊണ്ട് എൻ്റെ സാക്ഷി നടത്തുന്നു.